ഷൈൻ ടോം ചാക്കോ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും എന്താ പറയാ, ലക്കും ലഗാനും എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരു പേരാണ്. അതെ, ഈ മതിൽ ഇത് ഹോട്ടൽ മുറിന്ന് 3-ാം നിലയിൽ ചാടിയുള്ള ഒരു ഓട്ടോ ഒക്കെ നമുക്ക് ഓർമ്മ വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു ട്രാജഡി ഈ അടുത്തുണ്ടായി. അദ്ദേഹം വിൻസിയുമായി ബന്ധപ്പെട്ട വിവാദം, പിന്നീട് നർക്കോട്ടിക്സിൻ്റെ അറസ്റ്റ്, അതിന് ശേഷം ഡി അഡിക്ഷനിലേക്ക് പോകുന്ന ഒരു വഴി, അത് കഴിഞ്ഞ് രണ്ടാമത് പോകുമ്പോഴാണെന്ന് തോന്നുന്നു ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, പിതാവ് മരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളൊക്കെ വളരെ നോർമലി സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും അദ്ദേഹത്തിന് ആ സമയത്തുണ്ട്. അതായത് അദ്ദേഹം ഒരു ഹൈപ്പറായിട്ടുള്ള ഒരു രീതിയിലല്ല പെരുമാറിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ട്രീറ്റ്മെൻറ്റൊക്കെ അദ്ദേഹത്തെ ഒരു സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇന്നലെയാണ് തോന്നുന്നു പ്രമോഷനുമായി, സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ചടങ്ങിൽ പറഞ്ഞത്, ഞാൻ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പരസ്യമായി വിൻസിയോട് മാപ്പ് പറയുകയും ചെയ്തിരിക്കുന്നു. അത് ശരിക്കും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിട്ട് നമുക്ക് കരുതിക്കൂടെ വിജയ്? തീർച്ചയായിട്ടും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തിന് പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് വിൻസി പിൻവലിച്ച ഒരു പരാതി കൂടെ ആയിരുന്നു. ഇന്റേണൽ കമ്മിറ്റിക്ക് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് പിൻവലിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കൊടുത്ത പരാതിയിൽ നടൻ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പേര് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവർക്ക് ഒരു നടപടി ഉണ്ടാവണം എന്നുള്ളത് മാത്രമേ അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അല്ലാതെ പരസ്യമായിട്ട് ഷൈൻ ടോമിനെ മീഡിയ എടുത്ത് വലിച്ചു കീറണമെന്നോ ഒന്നും അവർ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പം മീഡിയക്ക് ഇതിന് അറിയാലോ, അവർക്ക് ഭക്ഷണമാക്കണം. അതെ, കൊമ്പൻ സ്രാവുകൾ എന്നവർ പിടിക്കില്ല. ഇതുപോലെ ഷൈൻ ടോമിനെ പോലുള്ളവരെ ഒക്കെയാണ് പിടിക്കുന്നത്. ശ്രീനാഥ് ബാസി, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവരെയാണ്, അല്ലെങ്കിൽ പ്രയാഗ മാർട്ടിൻ, ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് പിടിക്കാനാണ് താല്പര്യം. അപ്പോൾ എന്തായാലും ചേച്ചി നേരത്തെ ചോദിച്ചാൽ ഈ നോർമലായിട്ട് ഇപ്പോൾ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നില്ലേ എന്നുള്ള ചോദിച്ചാൽ, അതായത് ഷൈൻ ടോമിൻ്റെ തന്നെ ഉത്തരം എൻ്റെ നോർമൽ അല്ല, നിങ്ങളെ നോർമൽ, ആ നോർമൽ അല്ല, ഗാന്ധിയുടെ നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു ഉത്തരം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2015-16 കാലം വരെ നമ്മൾ നോക്കി അദ്ദേഹത്തിന് അന്നത്തെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ ഈ പറയുന്ന പക്വതയുടെ ഒരു പബ്ലിക് ഇതിലെവിടെ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, എറ്റിക്വറ്റ് എന്ന് പറയും നമ്മൾ, അങ്ങനത്തെ ഒരു രീതിയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് പിന്നീട് മാറി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നാക്ക് തന്നെ കുഴയുന്ന ഒരു രീതിയിൽ, അതായത് ഇൻ്റർവ്യൂവിലുള്ള കാര്യമാണ് പറയുന്നത്, നാക്ക് നേരെ അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാൻ പറ്റും, ഉച്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഡ്രഗ്സ് തന്നെയാണ് അതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. 2015 ഈ കൊക്കൈൻ കൈവശം വെച്ചിരുന്ന ഒരു കേസിൽ അദ്ദേഹം അറസ്റ്റിലാകും. പിന്നെ ഇൻവെസ്റ്റിഗേഷനിലെ അപാകതകൾ അല്ലെങ്കിൽ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന് വെറുതെ വിട്ടത്. അപ്പോൾ ഇദ്ദേഹം 1983 സെപ്റ്റംബർ 15 തൃശ്ശൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സംവിധായകൻ കമലിന്റെ അയൽപ്പക്കക്കാരനായിരുന്നു. അങ്ങനെയാണ് സിനിമയിലോട്ട് വരുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വരുന്നത്. പിന്നീട് ഒരു ചിത്രത്തിൽ ഗദാമ എന്ന് പറയുന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുകയും പിന്നീട് അദ്ദേഹം ഒരു സഹനടൻ എന്നുള്ള രീതിയിൽ വില്ലൻ ഇത്തരം കഥാപാത്രങ്ങൾ അനുശ്രീയുടെ കൂടെ ഒരു നായിക വേഷം ചെയ്തതിന് ശേഷമാണ് ഈ അറസ്റ്റ് തന്നെ വരുന്നത്. അനുശ്രീയുടെ കൂടെ ആ സിനിമയുടെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല. നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. അതെ, അത് സിബി മലയിലോ അല്ലെങ്കിൽ കമലിന്റെ ആരുടെ ചിത്രമാണത്. എന്തായാലും ആ ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നായകനായിട്ടും സഹനടനായിട്ടും ഒക്കെ ഒരുപാട് സിനിമകളിൽ വന്നു, ശ്രദ്ധിക്കപ്പെടുന്ന നടനായിട്ട് മാറി. 2019 സൈമ അവാർഡ് ഇഷ്ക് എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടറാണ് അതിൽ ചെയ്തത്. പിന്നെ ദസറ എന്ന് പറയുന്ന സിനിമയ്ക്ക് അതിനുവേണ്ടി IIFA ഉത്സവ അവാർഡ് എന്ന് പറയുന്ന അവാർഡ്, ഇത്തരം വിവിധ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേഴ്സണൽ ട്രാജഡിയിലൂടെ ഇദ്ദേഹം പോയിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുട്ടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല, വൈഫിൻ്റെ കൂടെയാണ്. അപ്പം അത്തരത്തിലൊക്കെ ഒരു പേഴ്സണലായിട്ടുള്ള അത് അദ്ദേഹം ഓപ്പണായിട്ട് ചില ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ് അദ്ദേഹം വളരെ വിഷമിക്കുന്ന, എന്താ പറയുക, കണ്ണീരിൻ്റെ വക്കിൽ വരെ എത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ചിലത് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ള ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ഒരു നടനാണ്. അപ്പോൾ ഇതൊന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ന്യായീകരിക്കുന്നു എന്നല്ല പറയുന്നത്. ഇതെല്ലാം ഈ വ്യക്തിയിലുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, എൻ്റെ കൂടെ കുട്ടി നിൽക്കാത്തത് നന്നായി എന്നാണ് പറയുന്നത്, അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ
പ്രശ്നങ്ങൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് ആ അതെ, സമയത്തും. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിന്റെ ഒരു റീല് കണ്ടു. അദ്ദേഹത്തിന്റെ അല്ല, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് ഒരു ക്ലിപ്പിംഗ് എടുത്തത് കണ്ടു. ആ റീൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: എന്നെ ഒരു ബന്ധത്തിന് കൊള്ളില്ല, എന്നെ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു മൂലയിൽ എറിഞ്ഞിട്ട് പോവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണ മറ്റാരെക്കാളും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതൊരു ട്രാജഡി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. പക്ഷേ ഡ്രഗ്സിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന് അല്ലാതെ ചില മാനസികമായിട്ടുള്ള ചില അതായത് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നല്ലൊരു പരിധിവരെ കൺട്രോളബിൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ അതിന് അദ്ദേഹമാണ് അത് ആദ്യം വിചാരിക്കേണ്ടത്. അപ്പോൾ അത് ഇപ്പോൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ അദ്ദേഹം വിചാരിച്ചാൽ നമുക്ക് നല്ലൊരു നടനെ, നല്ലൊരു കലാകാരനെ കിട്ടും. കാരണം അദ്ദേഹത്തിന്റെ ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം വളരെ മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അഭിനയത്തിൽ പോലും ഒരു ആവർത്തന വിരസത എന്നതിനപ്പുറത്തേക്ക് ഈ കഥാപാത്രം എന്താണ് പറയുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഉച്ചാരണം ഇല്ല, സംസാരം കേൾക്കാൻ പറ്റില്ല. അദ്ദേഹം എന്താണ് ഡയലോഗ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ലഹരിയിലാണ്, അഭിനയിക്കുമ്പോഴും ലഹരിയിലായിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ് പറയുന്നതെന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ എളുപ്പപ്പണി എന്ന് പറയും. ഇദ്ദേഹം വന്ന് എല്ലാത്തിലും ഒരുപോലെ അഭിനയിച്ചിട്ടങ്ങ് പോവാം. പോലീസുകാരനാണെങ്കിലും കള്ളനാണെങ്കിലും പള്ളിയിലച്ഛനാണെങ്കിലും ഒരുപോലെ അഭിനയിച്ചിട്ട് പോകും. അപ്പോൾ ആ ഒരു നടനെന്നുള്ള രീതിയിൽ ഉയരണമെന്നുള്ളൊരു ആഗ്രഹം പോലും ഇല്ലാതെ അതപ്പതിക്കുന്ന എല്ലാത്തിലും ഒരേ എക്സ്പ്രഷനും കാര്യങ്ങളും ആയിരിക്കും. കാരണം ഇപ്പോൾ പോലീസ് ആണെങ്കിൽ പോലീസിൻ്റെതായ ജസ്റ്ററൊക്കെ വേണം. ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നാലേ ആ കഥാപാത്രം കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതെ. അതിനുശേഷം എന്താണ് ഈ പറയുന്ന ചിത്രത്തിലെ വിവാദം ഉണ്ടാവുകയാണ്. അതിന് ഇടയ്ക്ക് കുറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോക്പിറ്റിൽ കയറി എന്ന് പറഞ്ഞൊരു പ്ലെയിനിൽ ഒരുപാട് വിവാദങ്ങളുണ്ട്. പ്ലെയിനിൽ കോക്പിറ്റിൽ കയറി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കുള്ളൂ. പക്ഷെ അതിൽ മേജർ വിവാദമായിട്ട് വന്നിരിക്കുന്നത് സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിലെ സെറ്റിൽ ഇദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിയോട് ഇൻഅപ്രോപ്രിയമായിട്ട്, അതായത് അപമര്യാദയായിട്ട് പെരുമാറി, സ്പർശിച്ചു എന്നുള്ളതാണ് അവർ അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് ഇദ്ദേഹം സെറ്റിൽ വെള്ള സബ്സ്റ്റൻസ് ഛർദ്ദിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ പുറത്തേക്ക് തുപ്പുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് വിൻസി അലോഷ്യസ് ഷൈൻ ടോമിൻ്റെ പേരെടുത്ത് മീഡിയ എടുത്ത് ആഘോഷിച്ചു. നടൻ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അവർ പരാതി പിൻവലിച്ചു. കാരണം അവരിങ്ങനെ ഒരു മീഡിയ ട്രയൽ, മാധ്യമ വിചാരണ നടൻ നേരിടണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നിട്ടില്ല. എന്തായാലും അതിനുശേഷം ഇപ്പോൾ നാർക്കോട്ടിക്സ് ഇദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുണ്ടെന്നറിഞ്ഞ് ഇദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയും, കൊച്ചിയിലായിരുന്നു തോന്നുന്നല്ലേ അതേ ഹോട്ടൽ? അതെ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അതെ. അപ്പോൾ അവിടുന്ന് 3-ാം നിലയിൽ ഈ പറയുന്നത് ഇവർ 3-ാം നിലയിൽ നിന്ന് ചാടി എന്നൊക്കെ പറയുന്നെങ്കിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഈ മീഡിയ എന്ന് പറയുന്ന അറിയാലോ, എന്തെങ്കിലും കിട്ടിയ എടുത്ത് 3-ാം നിലയിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ടെന്നൊക്കെ പറയുമ്പം അതൊരു വലിയ വാർത്ത. സാധാരണ ഒരു മനുഷ്യന് അതെ, ഒരു മനുഷ്യന് ചാടി പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞാൽ. അതെ. അപ്പൊ എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ പരസ്യമായി വിളിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഭാഗത്തു നിന്നുണ്ടായി അത്. അപ്പോൾ വിൻസി തന്നെ പറയുന്നുണ്ട് ആ വിഷയം ഇനി സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം അത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇപ്പോൾ പറയുന്ന വേടൻ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റി ഫിഗേഴ്സ് ഉണ്ട്. ഇവർക്കെതിരെ മീറ്റു അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അതിനെ നേരിട്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം അവരുടെ ഇപ്പോൾ വേടനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതിക്കാരുടെ ഇറക്കി അവിടെ ഇതെന്നെ തകർക്കാൻ വേണ്ടി പലരും ചെയ്യുന്നതാണ്. അങ്ങനെ വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ പെൺകുട്ടികൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ വേടനെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി പെൺകുട്ടിയോട് ചെയ്ത ലൈംഗിക വൈകൃതങ്ങൾ എന്തൊക്കെയാണെന്ന് വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടും, അതായത് ശരീരത്തിൽ മുറിവേൽപ്പിച്ചത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊന്നും മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസോ ഒന്നും അതിന് എടുക്കുന്ന കാണാൻ പറ്റുന്നില്ല. മറ്റൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുൻനിര നടന്മാരുടെ അല്ലേ, അവരൊന്നും അവരുടെ പേരുകളൊന്നും വലിച്ചഴിക്കാനോ ഒന്നിനും മാധ്യമങ്ങൾ അവരുടെ പേര് ആഘോഷിച്ചിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം എന്താണ്? മുകേഷ് ആയിക്കോട്ടെ, സിദ്ദിഖ് ആയിക്കോട്ടെ, അവരൊക്കെ ഇതിനെ പുച്ഛത്തോടെ കാണുക.
ഈ ഇതിനെതിരെ അതായത് ജനങ്ങൾക്ക് തൻ്റെ ഭാഗമാണ് ശരിയെന്ന് തെളിയിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അതാണ് ശ്രമിക്കാനുള്ളത്. അതിന് പകരം മീ ടു അലിഗേഷൻ അതിനെ തന്നെ പുച്ഛത്തോടെ കാണുക, അത്തരം അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള പെൺകുട്ടികളെ പറ്റി അധിക്ഷേപം പറഞ്ഞുണ്ടാക്കുക. അതായത് ഈ മുൻനിര നടന്മാരെ എന്ന് പറഞ്ഞല്ലോ, അവരാരും മാപ്പ് പറയാനോ ഇത്തരത്തിൽ തുറന്നു പറച്ചിലിനോ ഒന്നും തയ്യാറായിട്ടില്ല. അവർ ലീഗലി അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പോയത്. ചില നടന്മാരുടെ പേരുകളൊക്കെ പുറത്തു വന്നെങ്കിലും കോംപ്രമൈസിന് ശ്രമിച്ചതും പല നടന്മാരുടെ പേരുകൾ പുറത്തു വരാത്തതുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഷൈൻ ടോം ചാക്കോ ചെയ്തത് മാതൃകാപരമായിട്ടുള്ള, കാരണം ഈ വിഷയം കഴിഞ്ഞതാണ്, ഓൾറെഡി അവർ പരാതി പിൻവലിച്ചു, ഈ വിഷയം കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഇത് വന്നിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ്. അവിടെ ഇവർ ഇമേജൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന നടനാണ് ഷൈൻ ടോം എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇല്ല, ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു നടനൊന്നുമല്ല. അപ്പോൾ അത് എന്തെങ്കിലും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇന്റർവ്യൂവിൽ ഫോൺ എടുത്ത് താഴെ എറിയുന്നതായിക്കോട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും അദ്ദേഹം ഉള്ളിൽ നിന്ന് തട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അത് തോന്നിയത് കൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെയും നിർബന്ധം കൊണ്ടോ അതൊന്നും കൊണ്ടല്ല. ഈ ഫെഫ്കയൊക്കെ ഇദ്ദേഹത്തിന് കുതിര കയറാൻ വേണ്ടി ശ്രമിച്ചു. മര്യാദയ്ക്ക് ഡി അഡിക്ഷൻ അറ്റൻഡ് ചെയ്തോണം ഇതൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഇത് പ്രസ്താവന പിൻവലിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ഈ പറയുന്ന വലിയ ബിഗ് ഫിഷസിനോട് ഇതൊന്നും പറയില്ല. അവർക്ക് പറയില്ല. അപ്പം ഷൈൻ ടോം എപ്പോഴും അന്നാണെങ്കിലും 2015 ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ, അതായത് സാധാരണക്കാരൻ്റെ മേൽ കുതിര കയറി എന്നുള്ള രീതിയിലാണ് അന്ന് കോടതി അതിനെ വ്യാഖ്യാനിച്ചത്. മാധ്യമങ്ങൾ ഉൾപ്പെടെ വേട്ടയാടിയത് അതുകൊണ്ടാണ്. ഇവിടെയും നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്ത് നടക്കുന്ന നടനല്ല. നമുക്കിപ്പോൾ അക്സസിബിൾ ആയിട്ടുള്ള നടനാണ്. നമുക്ക് ഇന്ന് ഷൈൻ ടോമിനെ കാണണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇന്ന് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു നടനെ വേട്ടയാടാൻ വളരെ എളുപ്പമാണ് ഇവർക്ക്. ബോഡി ഗാർഡ്സും മറ്റ് ഇതൊന്നും ഇല്ലാതെ രണ്ടെണ്ണം പിടിച്ച് പറ്റിക്കണമെന്ന് തോന്നിയാലും പറ്റും. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു നടൻ അദ്ദേഹം ഇപ്പോൾ ചെയ്ത ഒരു കാര്യം, അദ്ദേഹം ആ ഒരു നിർബന്ധവും ഇവർ വയ്ക്കാതെ തന്നെ അദ്ദേഹം ഇപ്പോൾ ചെയ്തത്, ഇന്നലത്തെ പ്രസ് മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രൊമോഷൻ ചടങ്ങ് ചെയ്തത് മാതൃകപരമായിട്ടുള്ള കാര്യമാണ്. അത് കണ്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിനെ നിന്ദിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് വിഷയത്തിൽ പറയാനുള്ളത്.